ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രഭാഷകൻ 34-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. പ്രഭാഷകൻ 34-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: വ്യർത്ഥ സ്വപ്നങ്ങൾ. ചോദ്യം 2. ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാണ് എന്ന് പറയുന്നത്? ഉത്തരം: അവിവേകിയുടെ പ്രതീക്ഷകൾ. ചോദ്യം 3. അവിവേകിയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? ഉത്തരം: വ്യർത്ഥവും നിരർത്ഥകവുമാണ്. ചോദ്യം 4. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് എന്താണ് നൽകുന്നത്? ഉത്തരം: സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. ചോദ്യം 5. ആരാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ് എന്ന് പറയുന്നത്? ഉത്തരം: സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. ചോദ്യം 6. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ പിടിക്കുന്നവനെ പോലെയാണ്? ഉത്തരം: നിഴലിനെ പിടിക്കുന്നവനെ പോലെ. ചോദ്യം 7. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്? ഉത്തരം: കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെ. ചോദ്യം 8. സ്വപ്നത്തിലെ ദർശനം എന്ത് മാത്രമാണ് എന്നാണ് പറയുന്നത്? ഉത്തരം: യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്. ചോദ്യം 9. യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്ന് പറയുന്നത് എന്ത്? ഉത്തരം: സ്വപ്നത്തിലെ ദർശനം. ചോദ്യം 10. എന്തിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ എന്നാണ് 34:4 ചോദിക്കുന്നത്? ഉത്തരം: അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ? ചോദ്യം 11. അസത്യത്തിൽ നിന്ന് എന്തും എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം: അസത്യത്തിൽ നിന്ന് സത്യവും. ചോദ്യം 12. ഗർഭിണിയുടെ ഭാവന പോലെ എന്തെല്ലാം മിഥ്യയാണ് എന്നാണ് പറയുന്നത്? ഉത്തരം: ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. ചോദ്യം 13. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. എന്തല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക. ചോദ്യം 14. എന്താണ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്? ഉത്തരം: സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. ചോദ്യം 15. ആരാണ് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്? ഉത്തരം: സ്വപ്നങ്ങളിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ചോദ്യം 16. സ്വപ്നങ്ങളിൽ ആശ്രയിച്ചവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്? ഉത്തരം: അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ചോദ്യം 17. അത്തരം വഞ്ചനകൾ കൂടാതെ എന്ത് നിറവേറ്റാം എന്നാണ് പറയുന്നത്? ഉത്തരം: നിയമം നിറവേറ്റാം. ചോദ്യം 18. എവിടെയാണ് വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത്? ഉത്തരം: സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. ചോദ്യം 19. സത്യസന്ധമായ ചുണ്ടുകളിൽ എന്തിനാണ് പൂർണ്ണത ലഭിക്കുന്നത്? ഉത്തരം: വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. ചോദ്യം 20. ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത്? ഉത്തരം: വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. ചോദ്യം 21. ആരാണ് വിവേകത്തോടെ സംസാരിക്കുന്നത്? ഉത്തരം: അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. ചോദ്യം 22. അനുഭവസമ്പന്നൻ സംസാരിക്കുന്നത് എങ്ങനെ? ഉത്തരം: വിവേകത്തോടെ സംസാരിക്കുന്നു. ചോദ്യം 23. ആർക്കാണ് അറിവ് കുറയുന്നത്? ഉത്തരം: അനുഭവജ്ഞാനം ഇല്ലാത്തവന്
അറിവ് കുറയുന്നു. ചോദ്യം 24. ആരാണ് കഴിവുറ്റവനാകുന്നത്? ഉത്തരം: യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. ചോദ്യം 25. യാത്രയിൽ ഞാൻ എന്ത് കണ്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചോദ്യം 26. എന്തിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നു. ചോദ്യം 27. ഞാൻ പലപ്പോഴും എന്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ചോദ്യം 28. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്, എന്നാൽ എന്ത് എന്നെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം: അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു എന്ന്. ചോദ്യം 29. ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? ഉത്തരം: ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. ചോദ്യം 30. ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? ഉത്തരം: അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ്. ചോദ്യം 31. പ്രഭാഷകൻ 34-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: ദൈവഭയം. ചോദ്യം 32. ആരാണ് അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത്? ഉത്തരം: കർത്താവിനെ ഭയപ്പെടുന്നവൻ. ചോദ്യം 33. കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്തൊക്കെയാണ് ചെയ്യുകയില്ലാത്തത്? ഉത്തരം: അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. ചോദ്യം 34. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവൻ്റെ എന്ത് എന്നാണ് പറയുന്നത്? ഉത്തരം: അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ചോദ്യം 35. ആരുടെ ആത്മാവാണ് അനുഗ്രഹീതമാണ് എന്ന് പറയുന്നത്? ഉത്തരം: ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. ചോദ്യം 36. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. അവൻ അറിയുന്നത് എന്ത്? ഉത്തരം: തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. ചോദ്യം 37. കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത്? ഉത്തരം: തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ചോദ്യം 38. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത്? ഉത്തരം: അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. ചോദ്യം 39. കർത്താവ് എങ്ങനെയുള്ള സംരക്ഷണമാണ്? ഉത്തരം: ശക്തമായ സംരക്ഷണം. ചോദ്യം 40. കർത്താവ് എങ്ങനെയുള്ള താങ്ങാണ്? ഉത്തരം: ഉറപ്പുള്ള താങ്ങ്. ചോദ്യം 41. ചുടുകാറ്റിൽ കർത്താവ് എന്താണ്? ഉത്തരം: ചുടുകാറ്റിൽ അഭയകേന്ദ്രം. ചോദ്യം 42. പൊരിവെയിലിൽ കർത്താവ് എന്താണ്? ഉത്തരം: പൊരിവെയിലിൽ തണൽ. ചോദ്യം 43. ഇടറാതിരിക്കാൻ കർത്താവ് എന്താണ്? ഉത്തരം: ഇടറാതിരിക്കാൻ സംരക്ഷണം. ചോദ്യം 44. വീഴാതിരിക്കാൻ കർത്താവ് എന്താണ്? ഉത്തരം: വീഴാതിരിക്കാൻ ഉറപ്പ്. ചോദ്യം 45. കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് എന്തിനെയാണ് പ്രകാശിപ്പിക്കുന്നത്? ഉത്തരം: കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ചോദ്യം 46. കർത്താവ് എന്തിനെ ഉത്തേജിപ്പിച്ചാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്? ഉത്തരം: ആത്മാവിനെ ഉത്തേജിപ്പിച്ച്. ചോദ്യം 47.
കർത്താവ് എന്തെല്ലാമാണ് പ്രദാനം ചെയ്യുന്നത്? ഉത്തരം: അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ചോദ്യം 48. എന്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലമാണ് എന്ന് പറയുന്നത്? ഉത്തരം: അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. ചോദ്യം 49. ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല എന്നാണ് പറയുന്നത്? ഉത്തരം: നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ചോദ്യം 50. ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുന്നില്ലാത്തത്? ഉത്തരം: ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. ചോദ്യം 51. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ ആരാണ് പ്രസാദിക്കുന്നില്ലാത്തത്? ഉത്തരം: അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. ചോദ്യം 52. ദൈവഭക്തിയില്ലാത്തവൻ എത്ര ബലി അർപ്പിച്ചാലും അത്യുന്നതൻ എന്തൊക്കെ ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ചോദ്യം 53. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെ പോലെയാണ്? ഉത്തരം: പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ചോദ്യം 54. എങ്ങനെ ബലിയർപ്പിക്കുന്നവനാണ് പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് എന്ന് പറയുന്നത്? ഉത്തരം: ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ. ചോദ്യം 55. പ്രഭാഷകൻ 34-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: യഥാർത്ഥ ഭക്തി. ചോദ്യം 56. ദരിദ്രന്റെ ജീവൻ അവൻ്റെ എന്താണ്? ഉത്തരം: ദരിദ്രന്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്. ചോദ്യം 57. ദരിദ്രന്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ ആരാണ്? ഉത്തരം: അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. ചോദ്യം 58. ആര് അയൽക്കാരനെ കൊല്ലുകയാണ് എന്നാണ് പറയുന്നത്? ഉത്തരം: അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ. ചോദ്യം 59. അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ ചെയ്യുന്നത് എന്ത്? ഉത്തരം: അവനെ കൊല്ലുകയാണ്. ചോദ്യം 60. എന്ത് രക്തച്ചൊരിച്ചിലാണ് എന്നാണ് പറയുന്നത്? ഉത്തരം: വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ചോദ്യം 61. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക എന്താണ് എന്നാണ് പറയുന്നത്? ഉത്തരം: രക്തച്ചൊരിച്ചിലാണ്. ചോദ്യം 62. പ്രഭാഷകൻ 34:28 ചോദിക്കുന്ന ചോദ്യം ഏത്? ഉത്തരം: ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു, അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ചോദ്യം 63. ആര് പണിയുന്നു, ആര് നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. ചോദ്യം 64. പൂരിപ്പിക്കുക. പ്രഭാഷകൻ 34:28. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു, ഡാഷ് അല്ലാതെ അവർക്കെന്ത് ലാഭം? ഉത്തരം: അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ചോദ്യം 65. പ്രഭാഷകൻ 34:29 ചോദിക്കുന്ന ചോദ്യം ഏത്? ഉത്തരം: ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? ചോദ്യം 66. ആര് പ്രാർത്ഥിക്കുന്നു, ആര് ശപിക്കുന്നു എന്നാണ് 34:29 പറയുന്നത്? ഉത്തരം: ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ചോദ്യം 67. പ്രഭാഷകൻ 34:30 ചോദിക്കുന്ന ചോദ്യം ഏത്? ഉത്തരം: മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ
കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? ചോദ്യം 68. എന്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം മൃതശരീരത്തിൽ തൊട്ടിട്ട്. ചോദ്യം 69. പ്രഭാഷകൻ 34-31 ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? ചോദ്യം 70. എന്തിനെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ. ചോദ്യം 71. പൂരിപ്പിക്കുക. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? ഡാഷ് കൊണ്ട് അവൻ എന്ത് നേടി? ഉത്തരം എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി?